നമ്മൾ നീറ്റൊന്നും പറയത്തില്ല. നീഗനെ എനിക്ക് നല്ല കൺട്രോൾ ചെയ്യാൻ നല്ല പാടുപെട്ടായിരുന്നു. നീഗനെ കൺട്രോൾ ചെയ്യാൻ നല്ല പാടുപെട്ടായിരുന്നു. അത് ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ അമ്മമാര് നല്ലവന്മാര്, അവര് മാത്രം മോശം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും പറയത്തില്ല. പക്ഷെ പറഞ്ഞു തരാം. ഒരു സ്ഥലം വരെ പോണം. വാ, കൊറേ തന്നെ ഇരുന്നാണെ കൊണ്ടച്ചി. എടാ ഞാനൊരു കാര്യം പറയട്ടെ അപ്പുക്കുട്ടൻ, എന്നത്തേക്കാവും? ഞാൻ കണ്ടു, ഞാൻ പുറത്തുനിന്നല്ല കണ്ടു. അല്ല എന്നത്തേക്കാവുന്ന ഒരു ഇത് പറയോ? എന്റെ ഒരു കേക്കുന്നില്ല, നിന്റെ സൗണ്ട് വിട്ടുവിട്ട് പോണ്. എടാ നിക്ക, ഒരു മിനിറ്റ്, ഇതൊന്ന് ചോദിച്ചോട്ടെ, ഇമ്പോർട്ടന്റ് കാര്യമാ. എന്നത്തേക്ക് വരുമെന്ന് പറയണം. ഒരാഴ്ച 1 വീക്ക് നോക്കട്ടെ. എടാ നിങ്ങക്ക് പി എൽ ഉണ്ടോ? 15 പിങ്ങുണ്ട്. പങ്കുണ്ട്, പി എല്ലും ഉണ്ട്. സ്ഥലമുണ്ടോ? വില്ലന്താസ് പ്രീ ബുക്ക്ഡ്. ശവകുടി അത് കണ്ടില്ലേ അണ്ണേ? പിത്തൽ തീരെ ഇത് കിട്ടി നമുക്ക്. പ്രീ ബുക്ക്ഡാ? ഓ, വില്ലന്താസ് ഉടനെ ഉണ്ട്. ആള് പോയി. ഇനി നമ്മള് ചെയ്യണ്ടേ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? അങ്ങേ അറ്റത്ത് ആ പൂച്ചക്ക് കൊടുക്കണേ. ആ, അത് കൊടുക്കാം. അത് ഇപ്പുറത്ത് വില്ലന്താസ്, അടുത്ത് അപ്പുറത്ത് ഉടനെ ഉണ്ട്. അപ്പുറത്തായിരുന്നറിയോ അണ്ണാ? വില്ലപ്പുറം ഇതുകൊണ്ട് നാളെ തന്നെ കേറി കേട്ടോ. നാളെ തന്നെ കേറി വരുവേ. പിന്നല്ലാണ്ട് നാളെ കേറണ്ട്. ഇത് ആര്? നീ വേണതാണത്? പിന്നല്ലാണ്ട് വേറെ ആരും വേണേ? CNB വേണത്. അപ്പൊ ഉറപ്പായിട്ടും കണ്ണൻചേട്ടൻ നാളെ വീട്ടിൽ വരും. ഇതിന്റെ CNB പ്രൊഡക്ഷൻ അല്ലേ? CNB മാർബിൾസ്. ചന്ദ്രനും ബാബു ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളേറ്റോണ ഞാനല്ലേ? ഒരാളിവിടെ മരിച്ചു കിടക്കുമ്പോഴാണ് അവിടെ കുട പിടിച്ചിരിക്കുന്നത്. എണ്ണീറ്റ് വണങ്ങടാ പുള്ളിയെ. നീക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആളാ. കഷ്ടപ്പാടുകൾ എന്നൊക്കെ രക്ഷിച്ച ആളാ, അറിയാവോ? അണ്ണ വേറൊരു ഇൻവെസ്റ്റിഗേഷനിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, പോയേ സിറ്റി കത്തി അടിച്ചാൽ ഈ പുണ്ടച്ചി തോളൊന്നും ഇറങ്ങൂല. ഹലോ കേക്കാവോ നിനക്ക്? സംസാരിക്കുന്നേ റീസ്റ്റാർട്ട് വേണോടാ? ഇനി റീസ്റ്റാർട്ട് ചെയ്താലേ ശരിയാവുള്ളൂ. എന്നാ പറഞ്ഞേക്കാവോ? എന്നൊരു കാര്യം പറയാം. ഈ നമ്മുടെ പിത്തർജി ഇല്ലേ, പോണതിന് മുന്നേ പിത്തർജിയുടെ പൂച്ച കൊടുത്തിട്ട് പോയതാണ് ബ്രിജുവിന്. അതായത് പൂച്ചയുടെ കൊച്ചാണ് ഇവൻ. പിത്തർജിയുടെ പൂച്ചയുടെ കൊച്ചാണ് ബ്രിജു. ആണല്ലേ? അപ്പൊ ഓർമ്മയിൽ ഒരാളെങ്കിലും ഉണ്ടാവല്ലോ. എന്നാ ഞാൻ ഇപ്പുറത്ത് പറയാൻ വന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിന്നിയണ്ണല്ലേ, അതിനു വേണ്ടിയാണ് ഈ ലെഫ്റ്റിലെ ശവകൂടി ഞാൻ ഒഴിച്ചിട്ടേക്കണേ. സൂൺ ഒരു മിനിറ്റ്. ഞാനിതൊന്ന് പിത്തൽജി വിളിച്ചത് കാണിച്ചു കൊടുത്തോട്ടെ. ഇതിവിടെ ഉണ്ടായിരുന്നാ? ചേട്ടനൊന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കട്ടെ. ഓ, അതിനായിരുന്നല്ലേ ചോദിച്ചു? അതാണ് ഇന്നലെ ചോദിച്ചത് എന്റെ അടുത്ത്. അല്ല പിങ് PL. അയ്യോ, ഇപ്പൊ ചന്ദ്രന്റെ കുഞ്ഞമ്മക്ക് വിളി കേൾക്കുക കേട്ടാ. എടാ എടുക്കുന്നില്ല, പുള്ളി എടുക്കുന്നില്ല. 3 ബാക്കിയുണ്ടല്ലോ. എടാ പുള്ളി എടുക്കുന്നില്ലടാ. ഇത് പിത്തൽജി എന്തോ മറ്റേ മനുഷ്യനും ഇത്ര വലിയ കല്ലറ. കുഞ്ഞമ്മയുടെ 2-3 ആൾക്ക് എടുക്കാം ഒരുമിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ. ഇത് ആർക്കുള്ള ചന്ദ്ര? ഇത്
അണ്ണാ ചന്ദ്രന് ഇഷ്ടപ്പെട്ടത് ഇല്ല ഇത് എനിക്കുള്ളതാണ്. ഇത് നമ്മളെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇനി അണ്ണൻ ഇപ്പൊ ഒരു വനാന്തരത്തിന് പോയിട്ടുള്ളതല്ലേ, നാളെ കരടി വല്ലതും കടിച്ചു കൊന്നാൽ ഞാൻ പറഞ്ഞാണ് ചിലപ്പോ അങ്ങനെ ഉണ്ടായേക്കാം. കാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോഴേ വല്ല തുണി അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാഴ്ചക്കകത്ത് പ്രൂവ് ചെയ്യാനാണ് എന്റെ ഒരു നിഗമനം. ബഡി ഞാൻ ലൈവിലാണേ, ബഡി ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാവേ. കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. എന്തോ എന്തോ വെഞ്ചരിപ്പിക്കണം സംഭവം, വെഞ്ചരിപ്പിക്കണം. ഓക്കെ ഓക്കെ. ഗ്യാങ്സ്റ്റർ. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, എന്റെ കൂടെ ബാംഗ്ലൂർ പഠിച്ച കുറച്ച് ടീംസ് ഉണ്ട്. അവന്മാർ എന്റെ ജീവിതത്തില് എനിക്ക് സുഖമാണോ എന്ന് പോലും ചോദിക്കത്തില്ല. പക്ഷെ ന്യൂ ഇയർ ആവുന്നതിന് ഒരു 10-15 ദിവസം മുമ്പ് ന്യൂ ഇയറിന്റെ വെള്ളോടി പ്ലാൻ ചെയ്യാൻ ഞാൻ പഠിച്ചിറങ്ങിയതിന്റെ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ വിളിക്കും. അവനെ ഇപ്പൊ വിളിച്ചത് ഒരു ബെഞ്ചിൽ ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ച എന്റെ കൂട്ടുകാരൻ. അവൻ വിളിച്ചു. അവൻ വിളിക്കുമ്പോൾ ഞാൻ കലണ്ടർ തുറന്നു പറയാം, ആ ന്യൂ ഇയർ എത്തി, ക്രിസ്മസ് എത്തി. അവരവരെ വിളിച്ചത്. അവൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. പറഞ്ഞ് ആരെ കോളൊക്കെ ചെയ്തിട്ട് അടിക്കാൻ കൂട്ടുകാരെത്തി. കോളൊക്കെ ചെയ്തപ്പോ കിട്ടിയെന്നാ പറഞ്ഞു. അണ്ണനൊരു ആഗ്രഹം ഉണ്ടായ ഏതെങ്കിലും വേണമെന്ന് കല്ലറെ പറ്റി നമുക്ക് ഇതേ വേണ്ട, ഇതേ വേണ്ട നമുക്ക്. എടാ ചിരിച്ചോണ്ട് നിൽക്കണ ചന്ദ്ര, പിള്ളേരെ മുമ്പ് വെച്ച് പിള്ളേരെ മുമ്പ് വെച്ച് എനിക്ക് പറയാൻ നടക്കാം. ഒന്നും മാറിക്കോ നിങ്ങൾ രണ്ടുപേരും. നമുക്കൊന്നുമേ കല്ലറെ പറ്റി ആലോചിക്കുക പോലും വേണ്ട. എന്നെ നിന്നെയൊക്കെ ഏതെങ്കിലും ഗ്യാങ് തല്ലിക്കൊന്ന് എവിടെയെങ്കിലും വഴിയിലിട്ട് അവിടെ തന്നെ ദഹിപ്പിക്കും. നമുക്ക് കല്ലറ എന്തിനാ? ഇത് പുള്ളി ഒറ്റ വണ്ടി ഇടിച്ചു മരിച്ചു പോയതല്ലേ? പുള്ളിയുടെ അസ്ഥി കിട്ടി. നമുക്കങ്ങനെ അതല്ല കഴിഞ്ഞ ദിവസം ലോറി കൊണ്ട് ഇറക്കിയതാണ്, കണ്ടില്ലേ അത്? എടാ നമ്മളിവിടെ ആക്റ്റീവ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളെ കത്തിക്കും. വഴിയിൽ തന്നെ നമ്മുടെ ദഹനമൊക്കെ വല്ല ചാരം വല്ലതും കൊണ്ട് അടക്കാന്നല്ലാതെ. കാരണം എനിക്ക് സംശയം ഞാൻ മന്ദാരത്തിനെ പോലെ ഇമ്മോർട്ടൽ ആണോ എന്ന്. ഞാൻ ഇപ്പൊ ചാകുന്നില്ല സത്യം പറഞ്ഞ, എനിക്ക് മരണമില്ല. SRR വാറ ഞാൻ വെളിയിരുന്ന് POV ഉണ്ടായിരുന്നു കളിക്കാൻ പറ്റാഞ്ഞപ്പോഴേ. എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അങ്ങനെ ലാസ്റ്റത്തെ അത് കണ്ട ലാസ്റ്റത്തെ അത് ഞാൻ ബാബുവിന് കൊടുക്കും. ജീവിച്ചിരിപ്പെട്ടത് അറിയിക്കുക ഇടയ്ക്കൊക്കെ വരും കേട്ടാ. അവനെ ജീവൻ അതാണ്, അവൻ വരും. അതുകൊണ്ട് അവൻ എന്തായാലും വരും. അവൻ ചിലപ്പോ വന്നിട്ട് എന്നെ ചിലപ്പോ കുഴിച്ചിടും അതിനകത്ത്. അതാണ് എന്റെ പേടി. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ പ്രോപ്പറായിട്ട് അടച്ചെന്നെ. ഉറക്കത്തിലൊക്കെ സ്ഥാനമോഹികളുണ്ട് ഇവിടെ. കൊണ്ട് കുഴിച്ചങ്ങിടും. നീ പേടിച്ചാ മതി. ഞാൻ പറയട്ടെ, നീ ഉറങ്ങി കിടക്കുമ്പോ ബാബു വന്ന് നേരെ നിന്നെ ഈ സ്ലാബിൽ ഇട്ടങ്ങ് അടയ്ക്കും. സത്യല്ലേ? ഒരു അതല്ലേ പറഞ്ഞേ അണ്ണാ. ഇത് മറ്റേ ഇത് വില്ലൻദാസിനുള്ളൊരു ഇതാണ്. ഇപ്പൊ വില്ലൻദാസ് ലാസ്റ്റ് എവിടെയാണ് പോയത്? അറിഞ്ഞൂടാ. കഥയെ ഉണ്ടാക്കും നമ്മള്. ക്യാരക്ടർ എന്റെ പിന്നെ പറയാൻ പറ്റില്ല അണ്ണാ. അണ്ണാ ഇപ്പഴേ പറയാം, ശവകുടീരത്തിന്റെ കയറി ഒരിക്കലും പിന്നെ തിരിച്ചു വരാൻ പറ്റൂല. ക്യാരക്ടറിന്റെ അതെ പിത്തർജി പോയി, പിത്തർജി ഇല്ല. നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റേ നമ്മുടെ താബ്ഗുരു ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടിട്ട് വിളിച്ചായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതിയോ, നീ വരുന്നുണ്ടോ? അണ്ണം പോയി. എനിക്ക് പോയി അങ്ങനെ 10-100 വണ്ടിയിൽ ഇടയ്ക്ക് സംസാരിക്കാം. ലാഗ് അടിച്ച് അവിടെ നിന്നിട്ട് കണഞ്ഞ് PL കൂടി എപ്പൊ പോയാലും പുള്ളി എന്തെങ്കിലും വണ്ടിയും പൈസയൊക്കെ തരും. ഞാൻ പോയിട്ട് വരാം, ഞാൻ ഇവനെ കൊണ്ട് പോവാം. വരുന്നോ? വണ്ടി കിട്ടി. വണ്ടി കാര്യോട് പറഞ്ഞത് അത് അപകടന്. എടാ ഇതിനകത്ത് ചെരുപ്പിട്ട് കയറല ഇനി ആരും. ദൈവമേ ക്ഷമിക്കണം, ചെരുപ്പൂരി കയറണം കേട്ടോ എല്ലാരും. പിത്തൽജി ഉറങ്ങുന്ന സ്ഥലമാണ് ഇത്. അതെ ചേട്ടാ, ഇനി പലരും ഉറങ്ങാൻ പോണ സ്ഥലമാണ്. ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ലല്ലോ. ഇവിടെ വരുമ്പോ തന്നെ പിത്തൽജിയുടെ ഒരു മണവും പ്രസൻസും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. തീട്ടത്തിന്റെ ഒരു മണം, നാറ്റുണ്ട്. അത് പൂച്ചയുടെ അപ്പിയുടെ മണം. അത് ചന്ദ്രൻ നേരത്തെ ചന്തിയൊക്കെ തുടക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രന്റെ തന്നെ. ചെരുപ്പിടട്ടെ. എടാ എന്താ വാറ്റുകോക്കിന്റെ ബോഡി എവിടെന്നെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പേടിച്ചു അതൊന്ന് അറേഞ്ച് ചെയ്യണേ പ്ലീസ്. ആ ബോഡി ഒന്ന്. അവൻ ഒരു എണ്ണ കമ്പനിയിലാണ് അവസാനം പോയത്. എണ്ണ കമ്പനിയില്
ഒന്ന് ത്രൂ ഔട്ട് ചെക്ക് ചെയ്ത് അതൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ അത്. ഒന്ന് റീകൺഫേം ചെയ്ത് നോക്കാം നമുക്ക്. അതെ 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 അത് വിട്ട് കളയാൻ പാടില്ല. അതായത് അവനൊരു മാറ്റിയിട്ട് അണ്ണാ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. നേരെ പോയണ്ണ, നേരെ 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 ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് വണ്ടി കൊണ്ടുപോയി എന്റെ ഏതോ കുണ്ണ. നമുക്ക് 4 പേർക്ക് നമുക്ക് കൊമ്പനെ എടുത്താലോ? കൊമ്പൻ വണ്ടി 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 ഇല്ലല്ല എന്റെ കൊമ്പനെ അറിഞ്ഞൂടെ? ആ കൊമ്പൻ എന്റെ തക്കലോട്ടിൽ വണ്ടി ആരാ എടുത്തേ? മതാരാ വാർ ഗൈസ്, വാർ ഇപ്പോഴൊന്നും അല്ല ഗൈസ്. വാർ 12 മണിക്ക് ആവശ്യം. എടാ ഉണ്ടോ ഇന്ന്? കൊണ്ടുണ്ട് 12 മണിക്ക്. 12 മണിക്ക് കൊണ്ടുവന്നേ. ഇതാരും നമ്മുടെ വണ്ടിയല്ലേ ഈ പോണ്? അതെ അതെ അതെ. ഓ, ഞാൻ റേഡിയോയിൽ കേറിയില്ലല്ലേ? എന്റെ കടയിലൂടെ കൊണ്ടുപോയി. എന്റെ കടയിലൂടെ പെട്ടെന്നുണ്ട്. വാസോണ്ടെ കാണിക്കാനാ അണ്ണാ. കേട്ടാ ഞാൻ എന്റെ കൊമ്പനെ എടുക്കട്ടെ. കൊമ്പനെ ഞാൻ കണ്ണുകുത്തി 11:30 മാറാൻ. എടാ ചന്ദ്ര, ഗ്രൂപ്പിൽ എത്ര പേര് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒന്ന് ഫൈനൽ 15 ലിസ്റ്റ് ഇടാൻ വേണ്ടിട്ട് എനിക്ക്. ഓ ഇത് മറ്റേതല്ലേ? അണ്ണാ ഫോണാണോ വാസന? ഫോണാണോടാ? ഫോണാണ്. അയ്യേ, നല്ലൊരു വണ്ടി അപ്പിയാക്കി. ഇതിന്റെ മുകളിൽ എന്തിനാണ് മറ്റേ തുണി അലക്കുന്ന ഈ സാധനം വെച്ചേക്കണേ? സ്റ്റിയറിംഗ് തിരിച്ചു നോക്കണേ. ഇതില് കേറാൻ പോലും പറ്റണില്ല. തിരിച്ചോ അണ്ണത് ഓടിക്കേ വണ്ടി. നല്ല ഇതെന്താ ചന്ദ്ര? അല്ലല്ല അത് ചോറ്റ് മാത്രം. പണിയുണ്ട്. വണ്ടി കുറച്ച് പണിയുണ്ട്. അണ്ണാ ഓടിച്ചോക്ക്. ഓരോ സാധനത്തെ ഇളകി വരുന്നു. അണ്ണാ ഇനി വേറെ സാധനം കാണിച്ചേട്ടാ. അത് ഞാൻ ഇപ്പൊ ഇൻവെന്റ് ചെയ്തതാണ്. ഇത് സൈലോട്ട് നോക്കിയേ. അണ്ണാ F6 അടിച്ചിട്ട് വണ്ടിയുടെ ബോണറ്റ് നോക്കിയേ. F6 അടിച്ചിട്ട് ബോണറ്റോ? ഇത് സ്ക്രാപ്പി എന്ന് പറഞ്ഞിരുന്നതാണല്ലേ? ചുറ്റിക ചോറ്റ് മാത്രം. അണ്ണാ അത് വണ്ടി പണിഞ്ഞേ കുറച്ച് വണ്ടിക്ക് കുറച്ച് ടെക്നിക്കൽ സൈഡ് കുറച്ച് ഇഷ്യൂ ഉണ്ട്. അതായത് കുറച്ച് വയറിംഗ് സംഭവങ്ങളുണ്ട്. അത് എല്ലാം ശരിയാക്കുമ്പോഴത്തേക്ക് നാളെ ശരിയാവും. എന്തൊക്കെ ഇതാരാ? ഇതൊക്കെ ആരാണ്? അവന് അതൊരു വള്ളിയല്ലടാ ചന്ദ്ര, അതൊരു എന്റെ വണ്ടിയാണ്. വെച്ചുപിടി ആരുടെ വണ്ടിയാ? കോളാലെടുത്തറി. ഇതെന്റെ വണ്ടി അല്ല, ഫ്രണ്ടിൽ പോയത് അതാര വണ്ടി? അതേ പോണവൻ. ചെലപ്പോ അവന് PL കൊണ്ടായിരിക്കുമോ അവൻ നമ്മളെ കണ്ടോ? അവൻ തെറിച്ച് പോടാ പാവടാ. അവൻ എന്തായാലും നമ്മുടെ പമ്പി. നമ്മളിപ്പോ മറ്റേ വെള്ളത്തിലെത്തി. നമ്മളെ കണ്ട് വെള്ളത്തിലെത്തി നമ്മള്. ഹലോ ബ്രോ. ഹലോ ബ്രോയാ? ഏത് ബ്രോ? ബ്രോ കേക്കാവോ? ഹലോ ഇറങ്ങി ശരിയാവും. നിങ്ങൾ എന്തിനകത്തിരിക്കുന്നേ? നമ്മൾ വെള്ളത്തിലാണ്. വെള്ളത്തിലാ? ഓ ഞാൻ വണ്ടി റിവേഴ്സ് എടുത്ത് പിന്നെ വെള്ളത്തിലുണ്ട്. വെള്ളത്തിൽ കിടക്കുന്നോ? പിന്നെ 552 MS സിറ്റി ഇപ്പൊ പോവേ. എടാ ഞാൻ ശരിക്കും പറയാം നിങ്ങളുടെ അടുത്ത്, നമ്മളിപ്പോ ടോളിന്റെ അവിടെ എത്തി. ടോള് കഴിഞ്ഞതാ UK അടി കിടക്കുന്നു.